പാഠം 2. സന്തോഷവാനായ രാജകുമാരൻ. ഒരിടത്ത് സന്തുഷ്ടനായ രാജകുമാരന്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രതിമ. പ്രതിമയ്ക്കു സ്വർണം പൂശിയിരുന്നു. രാജകുമാരന്റെ 2 കണ്ണിലും ഇന്ദ്രനീലം പതിച്ചിരുന്നു. കയ്യിലുള്ള വാളിൽ പവിഴവും. ഒരു ദിവസം ഇര തേടി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു കുരുവി. രാജകുമാരന്റെ കാൽച്ചോട്ടിൽ അല്പം വിശ്രമത്തിനായി ഇരുന്നു. അപ്പോൾ കുരുവി ഒരു കാര്യം കണ്ടു. രാജകുമാരൻ കരയുന്നുണ്ടായിരുന്നു. സന്തുഷ്ടനായ രാജകുമാരനോട് കുരുവി കാരണം അന്വേഷിച്ചു. രാജകുമാരൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ സന്തോഷവാനായിരുന്നു. ഇപ്പോൾ ഈ പ്രതിമയായി നിൽക്കുമ്പോൾ ചുറ്റും കാണുന്നവരുടെ ദുഃഖം എനിക്കു താങ്ങാനാകുന്നില്ല. എന്റെ ഹൃദയം ഉരുക്കുകൊണ്ടുണ്ടാക്കിയതാണ്. എനിക്ക് ചലിക്കാനും വയ്യ. പ്രിയപ്പെട്ട കുരുവി, എന്റെ വാളിലെ പവിഴം കൊത്തിയെടുത്ത് ആ കാണുന്ന പാവം അമ്മയ്ക്കു കൊടുക്കൂ. കുരുവി അങ്ങനെ ചെയ്തു. പിന്നീട് പലപ്പോഴായി രാജകുമാരന്റെ ആവശ്യപ്രകാരം വില കൂടിയ വസ്ത്രവും കണ്ണുകളിലെ ഇന്ദ്രനീലവും കഷ്ടപ്പെടുന്നവർക്കായി ഇളക്കിക്കൊടുത്തു. അപ്പോഴേക്കും മഞ്ഞുകാലമായി. കുരുവിക്ക് തണുക്കാൻ തുടങ്ങി. കുരുവിയോട് നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ രാജകുമാരൻ പറഞ്ഞു. കണ്ണില്ലാത്ത രാജകുമാരനെ വിട്ടുപോകാൻ കുരുവിക്ക് തോന്നിയില്ല. രാജകുമാരന്റെ പ്രതിമയുടെ കാൽക്കൽ കിടന്ന് കുരുവി മരിച്ചു. കുരുവിയുടെ മൃതശരീരത്തെയും വികൃതമായ പ്രതിമയെയും നീക്കം ചെയ്യാൻ ഭരണാധികാരികൾ ഉത്തരവിട്ടു. പുതിയ പ്രതിമ പണിയാനായി പഴയ പ്രതിമ ഒരുക്കിയപ്പോൾ രാജകുമാരന്റെ ഹൃദയം മാത്രം ഉരുകിയില്ല. ജോലിക്കാർ അത് വലിച്ചെറിഞ്ഞു. അതു ചെന്നു വീണത് കുരുവിയുടെ ശവം കിടക്കുന്നിടത്ത്. ഈ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മാലാഖമാരെ ഭൂമിയിലേക്കയച്ചത്. ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു കൊണ്ടുവരാനാണ് അവരെ അയച്ചത്. മാലാഖമാർ കുരുവിയെയും രാജാവിന്റെ ഹൃദയവും കണ്ടെത്തി. മാലാഖമാർ അവയും എടുത്ത് സ്വർഗത്തിലേക്ക് പോയി. അന്നു തൊട്ടാണ് സന്തുഷ്ടനായ രാജകുമാരന്റെ ചുമലിലിരുന്ന് കുരുവി പാടാൻ തുടങ്ങിയത്.